വെൽക്കം ബാക്ക് ടു ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീൻ റിവ്യൂ ആണ് കേട്ടോ. അതും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ 2 സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്, 2 റേഞ്ചിലുള്ള സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടും കൂടിയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം, ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആവാതെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലെന്നില്ലേ 2 സൺസ്ക്രീൻ ഇതാണ് കേട്ടോ. ഇത് രണ്ടും ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ ആണ്, SPF 50 റേഞ്ചിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം, ഏതാണ് ബെറ്റർ എന്നുള്ളത് നോക്കാം കേട്ടോ. സോ ഗൈസ്, ഫസ്റ്റ് നമുക്ക് ഈ ഒരു പാക്കേജിങ്, ക്വാണ്ടിറ്റി, ഇതിന്റെ പ്രൈസ് റേഞ്ച് ഒക്കെ പറയാന്നുണ്ടെങ്കിൽ രണ്ടും സെയിം പ്രൈസിലാണ് വരുന്നത്. ഇപ്പൊ എൻ്റെ കാണുന്ന ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമാണ്. കാരണം ഒരെണ്ണം 40 ഗ്രാമിന്റെയും ഒരെണ്ണം 80 ഗ്രാമിന്റെയും ആണ് കേട്ടോ. പക്ഷെ പ്രൈസ് റേഞ്ച് 40 ഗ്രാമിന്റെ രണ്ടെണ്ണത്തിനും സെയിം പ്രൈസ് റേഞ്ച് ആണ്, 80 ഗ്രാമിന്റെ രണ്ടെണ്ണത്തിനും സെയിം പ്രൈസ് റേഞ്ച് ആണ്. ഓക്കെ, ഇത് രണ്ടും ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ഇതിൽ ഫ്രാഗ്രൻസ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അതായത് ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും, ഫ്രാഗ്രൻസ് ആഡ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടാവുക, പിമ്പിൾസ് ഉണ്ടാവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓപ്പൺ പോഴ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ ക്ലോഗ് ആവാനും പറ്റും. അതുവഴി നമുക്ക് പിമ്പിൾസ് വരിക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്വെറ്റ് ആവുക, അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് വരും ഫ്രാഗ്രൻസ് കൂടുതലുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇതിൽ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, അതുകൊണ്ട് ആ പ്രശ്നമില്ല. ആൻഡ് ക്വാണ്ടിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്ന് 40ഉം ഇതൊന്ന് 80 മാത്രം. ഓക്കെ, ഇനി ഈ ഒരു ബ്ലൂ വൺ വന്നിട്ട് ബ്ലൂബെറി റേഞ്ചിൽ വരുന്ന സൺസ്ക്രീൻ ആണ്. ആൻഡ് ഈ ഒരു യെല്ലോ വൺ, അല്ലെങ്കിൽ ഒരു മാംഗോ യെല്ലോ എന്നൊക്കെ പറയും, അതെ, മാംഗോ D10 സൺസ്ക്രീൻ ആണ് ഇത് വന്നിട്ട്. ആൻഡ് ഇത് രണ്ടും SPF 50 PA4+ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഡോട്ട് ആൻഡ് കീയുടെ ബ്ലൂബെറി റേഞ്ചിൽ വരുന്ന ബാരിയർ റിപ്പയർ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതിൽ ഹൈലറോണിക് ആസിഡും പിന്നെ കുറച്ച് സെറമൈഡ്സ് ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇത് SPF 50 ആണ് വരുന്നത്, PA4+ ഉണ്ട്, ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആണ് കേട്ടോ. ആൻഡ് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. 6 UV ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്, നോൺ ഗ്രീസി ഫിനിഷ് ആണെന്നും പറയുന്നുണ്ട്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഇതിലും ഫ്രാഗ്രൻസ് അടങ്ങിയിട്ടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള കാര്യം. ആൻഡ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മോയ്സ്ചർ നമ്മുടെ ഫേസിൽ അതുപോലെ തന്നെ ലോക്ക് ചെയ്യുന്നുള്ളത്. അതായത് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എത്രത്തോളം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുമോ ആ സെയിം എഫക്റ്റ് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ പറയുന്നത്. അപ്പൊ അത്രയൊക്കെയാണ് ഈ ഫ്രണ്ട് പോർഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു മാംഗോ D10 സൺസ്ക്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ SPF 50 PA+++, അതായത് 3+ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, മറ്റേതിൽ 4+ ആണ് കേട്ടോ. ആൻഡ് ഇത് ഓയിൽ ഫ്രീ ആണ്, ബ്രോഡ് സ്പെക്ട്രം ആണ്. ഇതിൽ ആൽഫ ആർബുറ്റിഡിൻ ആൻഡ് നൈസിഡമൈഡ് ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ്ലി എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ടാനിങ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നും പറയുന്നുണ്ട്. ആൻഡ് ഇതും ഫ്രാഗ്രൻസ് ഫ്രീ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ 2 സൺസ്ക്രീനിലുമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതിൽ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്തിട്ട് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, രണ്ടിലുമുള്ള കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ SPF 50 വരുന്ന സൺസ്ക്രീൻ ആണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുമുള്ള സൺ ടാൻ നമ്മുടെ ഫേസിലോട്ടോ നമ്മുടെ ബോഡിയിലോട്ടോ എത്തില്ല. ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ SPF 50 ആയതുകൊണ്ട് നമുക്കൊരു 2 hours അല്ലെങ്കിൽ 2 to 3 hours കഴിഞ്ഞിട്ട് റീഅപ്ലൈ ചെയ്താലും മതിയാവും. ഓക്കെ, അപ്പൊ അതാണ് ഇതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. രണ്ടും ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. ആൻഡ് ഇത് രണ്ടും എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ, ഏതിനാണ് കറക്റ്റ് ആയിട്ട് സൂട്ട് ആവുക എന്നുള്ളത്. രണ്ടും ഒരു നോൺ ഗ്രീസി ഫോമിൽ തന്നെയാണ് വരുന്നത്. അതായത് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒട്ടൽ പോലെ ഒരുമാതിരി ഓയിൽനെസ് പോലെ ഒന്നും ഫീൽ ചെയ്യില്ല എന്ന് ഈ രണ്ടും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് രണ്ടിലും വരുന്ന സിമിലാരിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ കുറച്ച് ഡിഫറൻസസ് പറയാം. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏതാണ് സൂട്ട് ചെയ്യുക നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഞാൻ എൻ്റെ ഫേസിന്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഈ ഒരു ബ്ലൂബെറി റിപ്പയർ സൺസ്ക്രീനും ആൻഡ് റൈറ്റ് സൈഡായിട്ട് മാംഗോ D10 സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഈക്വൽ ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ടും നിങ്ങൾക്ക് കാണാൻ മനസ്സിലായിട്ടുണ്ടാവും വൈറ്റ് കാസ്റ്റോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. രണ്ടും ഈസി ആയിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. ആൻഡ് ചെറിയൊരു ഗ്ലോയും വരുന്നുണ്ട്. പക്ഷെ ലെഫ്റ്റ് സൈഡിലുള്ള ഗ്ലോ ആണ് റൈറ്റ് സൈഡിന് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത്. അപ്പൊ ഈ 2 സൺസ്ക്രീനും ഫേസിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഇതിന്റെ ക്വിക്ക് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ ഈ ഒരു ബ്ലൂബെറി റേഞ്ചിൽ വരുന്ന ബാരിയർ റിപ്പയർ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ നോർമൽ സ്കിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇത് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ നല്ലപോലൊരു ഗ്ലോ ഉണ്ടാവും കേട്ടോ. ആ ഗ്ലോ കുറേ നേരത്തേക്ക് മെയിൻറ്റെയിൻ ആയിട്ട് ഇരിക്കും. ഫേസ് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ഇത് ഒരുപാട് അങ്ങനെ ഓയിലി ഫിനിഷ് പോലെയൊന്നും നമുക്ക് തോന്നത്തില്ല. നല്ലൊരു ഗ്ലോ ഉണ്ടാവും, എന്നാൽ നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. അതേപോലെ തന്നെ ഒരു വാട്ടറി ടെക്സ്ചർ ആണ് ഈ ഒരു സൺസ്ക്രീനിൽ ഉണ്ടാവുന്നത്. ഈസിയാണ് അപ്ലൈ ചെയ്യാനായിട്ടും ബ്ലെൻഡ് ചെയ്യാനായിട്ടും.
ഇനി ഈ ഒരു മാംഗോ ഡീറ്റൻ സൺസ്ക്രീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക്, കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാർക്ക് ബെറ്റർ ആയിട്ട് വർക്കൗട്ട് ആവും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ജെൽ ലൈക്ക് ഫോമില, ജെല്ലും ഒരു ക്രീമി ടെക്സ്ചർ അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഫോമിലാണ്. എന്നാലും ഒരുപാട് ഗ്രീസി ആയിട്ടോ ഒരുപാട് ഓയിലി ആയിട്ടോ ഫീൽ ചെയ്യില്ല. പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇതിലും വൈറ്റ് കാസ്റ്റ് ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇതിപ്പോൾ രണ്ടിലാണെങ്കിലും വൈറ്റ് കാസ്റ്റ് ഇല്ല. ആൻഡ് ഇതിൽ മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് പുറത്ത് പോകാൻ പറ്റുക. ആ ടൈം ആകുമ്പോഴേക്കും ഈ ഗ്ലോ ഒക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അതിൽ ആ ഗ്ലോ ഒരുപാട് അങ്ങനെ നിൽക്കുന്നില്ല. ഒരു മാറ്റ് ഫിനിഷ് ആണ് ഇതൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്ത ആളുകൾക്ക് ഫീൽ ചെയ്യുക. ഒരിക്കലും ഒരു ഗ്ലോയി ഫിനിഷ് ഉണ്ടാവില്ല. എന്നാൽ ഇതിൽ നല്ലൊരു ഗ്ലോ ഫിനിഷ് ഉണ്ടാവും ഈ ഒരു ബ്ലൂ റേഞ്ചിൽ. അതുകൊണ്ട് തന്നെ ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് ബെറ്റർ ആണ്. ഇത് ഓയിലി അല്ലെങ്കിൽ കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് ബെറ്റർ ആണ്. കാരണം ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് എപ്പോഴും നമ്മുടെ ഫേസ് നല്ല ഗ്ലോ, നല്ലൊരു ഓയിൽനെസ് ഉണ്ടാവും അല്ലേ. അത് മാറ്റിയിട്ട് ഒന്ന് മാറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇത് രണ്ടും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സ്കിന്നിലോട്ട് അബ്സോർവ് ആയിക്കോളും. ഒരുപാട് നേരത്തെ ബ്ലെൻഡിങ്ങിന്റെ ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. അതേപോലെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് വൈറ്റ് കാസ്റ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെ നമ്മുടെ ഫേസിൽ വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആ വീഡിയോയിൽ കാണാൻ പറ്റും. ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ വൈറ്റ് കാസ്റ്റ് ആണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് യൂസ് ചെയ്താലും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. നോർമൽ സ്കിന്നുകാർക്ക് ഈ രണ്ടും സൂട്ടാവും. പിന്നെ അവർ നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓയിലി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഗ്ലോയി ആയിട്ട് വേണോ കുറച്ച് മാറ്റ് ആയിട്ട് വേണോ എന്നുള്ളത് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാം. മാറ്റ് ആണ് വേണ്ടെങ്കിൽ ഗോ ഫോർ ദിസ് വൺ. ഇനി ഓയിലി ആണ് അല്ലെങ്കിൽ കുറച്ച് ഗ്ലോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു രണ്ട് സൺസ്ക്രീനും കാട്ടിലിട്ട് വെച്ചിട്ട് ഏത് വാങ്ങണം എന്ന് ഇപ്പോഴും കൺഫ്യൂഷനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. സോ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചും നിങ്ങൾക്ക് എന്ത് വേണം എന്നനുസരിച്ചും വേണം നമ്മൾ ഓരോ സ്കിൻ കെയർ പ്രോഡക്റ്റും ചൂസ് ചെയ്യാനായിട്ട്. ഇതും അങ്ങനെ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഇതിൽ ഏതാ ബെറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചാണ് ഇത് രണ്ടും വർക്ക് ചെയ്യുന്നത്. രണ്ടിലും എനിക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ എൻ്റെ സ്കിൻ ടൈപ്പിന് എനിക്ക് എപ്പോഴും ഈ ഒരു ബ്ലൂ റേഞ്ചാണ് കേട്ടോ ഇഷ്ടം. ഈ മാറ്റ് ഫിനിഷ് റേഞ്ച് വരുന്നത് മേക്കപ്പ് ബേസ് ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ ഇത് വന്നിട്ട് എപ്പോഴും നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് കുറച്ചൊന്ന് ഗ്ലോയി ആയിട്ട് ഇരിക്കുന്നത് എനിക്കിപ്പോൾ കുറച്ച് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള മേക്കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് മുന്നേ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടപ്പെട്ടെന്നും വിചാരിക്കുന്നു. ക്വിക്കായിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. ആൻഡ് ബെറ്റർ ആയിട്ട് എന്ത് ചൂസ് ചെയ്യണമെന്ന് ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഈ രണ്ടെണ്ണം ഒരു ഓപ്ഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം നിങ്ങൾ ഒരുമിച്ച് കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് വാങ്ങാൻ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്തേക്കാം. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.